Hi guys, welcome back to my Drama Explainer. തക്സുവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച വിവരം ഡോങ്മാൻ ഏറയോട് പറഞ്ഞത് കാണിച്ചുകൊണ്ടായിരുന്നില്ലേ കഴിഞ്ഞ എപ്പിസോഡ് തീർന്നു പോയെ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് നോക്കിയാലോ. ഏറയ്ക്ക് ആ ഒരു കാര്യത്തോട് യോജിക്കാനേ പറ്റുന്നില്ല. മറ്റു ഫൈറ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് പോലെയല്ല തക്സുവുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അവൻ ഒരുപാട് കാലമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉള്ള ആളാണ്. അവൻ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആണ്. നിന്നെ പോലെ പുതിയ ഒരുത്തൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്താൽ നീ തോറ്റുപോകുമെന്ന് എല്ലാവരും പറയുന്നത്. തോറ്റുപോകുന്നല്ല, മരിച്ചു പോകുമെന്ന് എല്ലാവരും കമന്റ്സിൽ പറയുന്നത്. ഇത് അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ സമാധാനത്തോടെ ഇരിക്കുന്നത് എന്ന് അവള് ചോദിക്കുന്നു. അത് അവര് പറയുന്ന കാര്യമല്ലേ, അവർക്ക് കുറിച്ച് ഒന്നും അറിയില്ല. എന്നാൽ നിനക്ക് എന്നെ ഒരുപാട് വർഷമായിട്ട് അറിയാം. ഈ ഫൈറ്റ് എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്കറിയാം. 10 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാ വേണ്ടാന്ന് വെക്കുന്നത് എന്ന് ഡോങ്മാനും ചോദിക്കുന്നു. ഏറെ പറയുന്നത് അവൻ കേൾക്കാത്തത് കൊണ്ട് തന്നെ അവള് നല്ല ദേഷ്യത്തിലാണ്. നീ ഇനി എന്തേലും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വാ, നിന്നെയൊക്കെ ഉണ്ടല്ലോ ബ്രേക്കപ്പ് ചെയ്യുവാ വേണ്ടേ എന്നൊക്കെയാണ് അവള് വീട്ടിലെത്തിയിട്ടും പിറുപിറുത്തോണ്ടിരിക്കുന്നത്. എന്നാൽ ഡോങ്മാൻ അവളെ കൂളാക്കാൻ അറിയാം. അവൻ പെട്ടെന്ന് തന്നെ അവളെ കിസ് ചെയ്യുവാണ്. അതോടുകൂടി ഏറയുടെ കാലവില സംസാരവും നിൽക്കുന്നുണ്ട്, അവളുടെ ദേഷ്യവും മാറുന്നുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോഴേക്കും ജൂമാനും സോളിയും തമ്മിലുള്ള പ്രശ്നം അവരുടെ വീട്ടുകാർ അറിയുന്നു. ജൂമാനും ഒരുപാട് സാഡായാണ് അവന്റെ അമ്മയോട് ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അമ്മയ്ക്കാണ് ഇത് കണ്ട് സഹിക്കുന്നില്ല എന്ന് കരുതി അവരുടെ കാര്യത്തിൽ പോയി ഇടപെടാനും പറ്റത്തില്ല. സോ അവനെ കംഫേർട്ട് ചെയ്യുന്നു. സോളിയുടെ അമ്മയാണെങ്കിൽ ഇനിയെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്കാൻ നോക്ക്. ഇത്രയും കാലം നീ ജൂമാൻ ജൂമാൻ എന്ന് പറഞ്ഞ് നടക്കുവല്ലായിരുന്നോ? എന്തെങ്കിലും കുഴപ്പം തോന്നുവാണെങ്കിൽ നീ നേരെ വീട്ടിലേക്ക് വന്നേക്ക്, നിന്നെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെയാണ് അവക്ക് കൊടുക്കുന്ന ഉപദേശം. ഈ സമയത്താണ് അവരുടെ ബിൽഡിംഗ് ഓണർ അങ്ങോട്ടേക്ക് വരുന്നത്. അവരെ കാണുന്നതും സോളിയുടെ അമ്മയുടെ റിയാക്ഷനെ മാറുവാണ്. എന്താ പറയാ, ഒരുപാട് കാലത്തിന് ശേഷം നമുക്ക് പരിചയമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാ റിയാക്ട് ചെയ്യുക, അതുപോലെയാണ് റിയാക്ട് ചെയ്യുന്നത്. സോളിയുടെ അമ്മയ്ക്ക് ബിൽഡിംഗ് ഓണറോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ സോളി ഒന്നും അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബിൽഡിംഗ് ഓണർ ആയിക്കോട്ടെ അമ്മയായിക്കോട്ടെ രണ്ടുപേരും പരസ്പരം അറിയാത്തതുപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. വരുന്ന വഴിയിൽ സോളിയുടെ അമ്മയെ കണ്ട ബിൽഡിംഗ് ഓണർ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. മാത്രമല്ല ബാലൻസ് തെറ്റി വീഴുകയും ചെയ്യുന്നുണ്ട്. അവിടെ ചുമ്മാ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന ഡോങ്മാനും ഏറയുമാണ് പിന്നീട് അവരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുന്നത്. വീടൊക്കെ വലിയ വീടാണ്, എന്നാൽ രണ്ടുപേർക്ക് താമസിക്കാൻ പാകത്തിന് ഒരു സാധനവും അവിടെ ഇല്ല. ഫുഡൊന്നും അവിടെ അങ്ങനെ കുക്ക് ചെയ്യാറില്ല, മതിയായ ഫേർണിച്ചേഴ്സും ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഡൗട്ട്സ് തോന്നുമല്ലോ. ഏറെക്കും സംശയം തോന്നി, നിങ്ങളും നിങ്ങളുടെ മോനും ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ വീട്ടിലെ കാര്യമായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. ബിൽഡിംഗ് ഓണർ ഒരു കൊച്ചിനെ മടിയിൽ ഇരുത്തിക്കൊണ്ടുള്ള ഫോട്ടോയാണത്. ആ ഫോട്ടോ കണ്ട് ഏറെ ദോങ്മാനോട് ഡാ ഇത് നോക്കിയേ, ഈ കൊച്ചിനെ നീ എവിടെയോ കണ്ടതുപോലെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ദോങ്മാനോട് അത് നോക്കുന്നത് കാണുന്നതും ദൈവമേ പിടിക്കപ്പെട്ടോ എന്ന പോലെയാണ് ബിൽഡിംഗ് ഓണർ ഇരിക്കുന്നത്. ഇതേ സമയം ഇവിടെ സോളിയുടെ അമ്മ ബിൽഡിംഗ് ഓണറെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഈ കാര്യം ദോങ്മാന്റെ അമ്മയ്ക്ക് കോൾ ചെയ്ത് പറയുന്നു. ദോങ്മാന്റെ അമ്മ ഷോക്ക് ആയിക്കൊണ്ട് ദോങ്മാന്റെ അച്ഛനോടും ഈ വിവരം പറയുന്നു. അവന്റെ അച്ഛനും ആകെ ഷോക്ക് ആയിക്കൊണ്ട് കോൾ ചെയ്യുന്നത് ഏറയുടെ അച്ഛനാണ്. വിവരം പറയുന്നതും ഏറയുടെ അച്ഛനും ഷോക്കായി പോകുവാണ്. ഇവരെല്ലാവരും എന്തിനാ ബിൽഡിംഗ് ഓണറെ ഇത്രയ്ക്ക് ഭയപ്പെടുന്നത് എന്നൊന്നും അറിയാൻ പാടില്ല. പക്ഷെ അവരുടെ മക്കളുടെ അടുത്താണ് ബിൽഡിംഗ് ഓണർ താമസിക്കുന്നത് എന്ന കാര്യം ഇവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടെ ദോങ്മാൻ ആ ഫോട്ടോ നോക്കി, കുഞ്ഞതിലെ എല്ലാ കൊച്ചുങ്ങളും ഒരുപോലെ ആയിരിക്കും, ഈ ഫോട്ടോ മാത്രം നോക്കിയത് ആരാണെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല എന്നാണ് ഏറയോട് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കൂടെ കാണിച്ചു തരുന്നുണ്ട്. ദോങ്മാൻ ചെറുതായിരുന്നപ്പോ ബിൽഡിംഗ് ഓണർ ദോങ്മാനോട് സംസാരിക്കാൻ ട്രൈ ചെയ്തത്. ദോങ്മാൻ എന്നും ബിൽഡിംഗ് ഓണറെ ആയിരുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്, അവന്റെ കയ്യിലുണ്ടായിരുന്ന മിഠായിയിലായിരുന്നു ഫുൾ കോൺസെൻട്രേഷൻ. സോ അവരെന്തായിരുന്നു അവനോട് പറഞ്ഞതെന്നൊന്നും അവൻ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ബിൽഡിംഗ് ഓണർ എങ്ങാനായിരിക്കോ ദോങ്മാന്റെ അമ്മ? പക്ഷെ അവനൊരു അച്ഛനും അമ്മയും ഓൾറെഡി ഉണ്ടല്ലോ. എന്തായാലും വഴിയെ എന്താ സംഭവം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഡേ ദോങ്മാൻ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവൻ ഈ ഗ്രൗണ്ട് ലെവൽ ഫൈറ്റിംഗ് വലിയ വശമില്ലല്ലോ. സോ കോച്ച് അവനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ദോങ്മാനും അത് പഠിച്ചെടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അത്ര പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ അവന് പറ്റുന്നില്ല. ഇവരുടെ ടീമിലുണ്ടായിരുന്ന 2 പേര് തക്സുവിന്റെ ടീമിലേക്ക് പോയതുകൊണ്ട് തന്നെ ദോങ്മാന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആരും ഇല്ലതാനും. ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നത്. അവന്റെ പേര് ജോൺ കാർലോസ് എന്നാണ്. വേൾഡ് ചാമ്പ്യൻ ഫാമിലിയിൽ നിന്നുമാണ് വരുന്നത്. ജോൺ കാർലോസിന്റെ കയ്യിലെ ടാറ്റു കൂടെ കാണുന്നതും കോച്ച് ആകെ ഷോക്കായി പോകുവാണ്. ഈ ടാറ്റു ഏതാണെന്ന് മനസ്സിലായല്ലോ, ആ വേൾഡ് ചാമ്പ്യൻ ഫാമിലിയുടെ ടാറ്റു. ഇനിയാണ് ഇത്രയും വലിയൊരു പ്രതിഭ എങ്ങനെ ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ എത്തി എന്ന് കാണിച്ചു തരുന്നത്. ജോൺ കാർലോസ് ഉണ്ടല്ലോ, ദോങ്മാൻ ആദ്യം ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു ഫോറിനർ, അങ്ങേരുടെ അനന്തരവനാണ്. പൈസയ്ക്ക് വേണ്ടിയായിരുന്നല്ലോ ദോങ്മാനുമായിട്ട് അങ്ങേര് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് അങ്ങേര് 2 മാസത്തേക്ക് ജോൺ കാർലോസിനെ ദോങ്മാന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ജോൺ കാർലോസ് 2 മാസം കൊണ്ട് ദോങ്മാനെ എല്ലാ അടവും പഠിപ്പിച്ചെടുക്കുക എന്നർത്ഥം. ഈ ഒരു കാര്യം അറിയുന്നതും ദോങ്മാനും കോച്ചും ഒരുപാട് ഹാപ്പി ആകുവാണ്. കാരണം ഒരു വേൾഡ് ചാമ്പ്യൻ വന്ന് ട്രെയിനിങ് കൊടുക്കുക എന്ന് വെച്ചാൽ നിസ്സാര സംഭവമാണോ? ആഘോഷിക്കാനുള്ള വകുപ്പുണ്ടല്ലോ. എന്ന ആഘോഷത്തിന് പകരം ദോങ്മാൻ കിടന്ന് കഷ്ടപ്പെടുവാണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ജോൺ കാർലോസ് പറയുന്ന ഇംഗ്ലീഷ് ദോങ്മാനും മനസ്സിലാവുന്നില്ല, ദോങ്മാൻ പറയുന്ന കൊറിയൻ ജോൺ കാർലോസിനും മനസ്സിലാവുന്നില്ല. ട്രെയിനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ജോൺ കാർലോസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ദോങ്മാനെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കുവാണെന്ന് മാത്രം. ഇവിടെ ജൂമാനും ഇന്റേണും ഒരു റെസ്റ്റോറന്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അവള് കാരണം ജൂമാന്റെ ലൈഫിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇന്റേൺ വിട്ടുകൊടുക്കാൻ ഉദ്ദേശം
ആവശ്യമില്ല. അറിഞ്ഞോ അറിയാതെയോ സാറിന്റെ ബ്രേക്കപ്പിന് കാരണമായത് ഞാനാണ്. അത് ആലോചിക്കുമ്പോ എനിക്ക് തന്നെ കഷ്ടം തോന്നുന്നുണ്ട്. പക്ഷെ എന്നേലും ഒരിക്കൽ സാർ മറ്റൊരാളെ സ്വീകരിക്കുമല്ലോ, അതുവരെ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യും എന്ന് പറയുന്നു. ജൂമാൻ, ഞാനും സോളിയും ബ്രേക്കപ്പ് ആയി എന്നത് സത്യമാണ്. ഇനി ഞാൻ മറ്റൊരു പെണ്ണിനെ സ്വീകരിക്കോ കല്യാണം കഴിക്കോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ആ പെണ്ണ് ആരാണേലും അതൊരിക്കലും നീ ആയിരിക്കില്ല. കാരണം ഓരോ തവണയും ഞാൻ നിന്നെ കാണുന്ന സമയത്ത് 10 വർഷം മുന്നേ ഞാൻ സോളിയെ എങ്ങനെയായിരുന്നോ കണ്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് നിന്നെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഓരോ തവണയും നീ എന്നോട് ഹെൽപ്പ് ചോദിച്ച സമയത്ത് ഒരു മടിയും കൂടാതെ ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. നിന്നോട് ഞാൻ സംസാരിച്ചതും നിനക്ക് ഹെൽപ്പ് ചെയ്തു തന്നതും ഒരിക്കലും നീ കാരണമല്ല, നിനക്ക് സോളിയുമായിട്ട് സാമ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നെല്ലാം അവൻ പറയുന്നത് കേൾക്കുന്ന സമയത്താണ് എത്ര തന്നെ ഞാൻ ട്രൈ ചെയ്താലും ജൂമാൻ ഒരിക്കലും തന്നോട് ഫീലിങ്സ് വരില്ലെന്നും അവന് സോളിയെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ ഇന്റേണ് മനസ്സിലാവുന്നത്. അതോടുകൂടെ അവരുടെ എല്ലാ പ്രതീക്ഷയും ഇല്ലാതാവുന്നു. ഇതിന്റെ ഇടയിൽ ഏറെ റിംഗ് അനൗൺസർ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ഇന്റർവ്യൂവും നടക്കുന്നുണ്ട്. അവൾ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ അടിപൊളി അല്ലാത്ത കാര്യം ജൂമാന്റെയും സോളിയുടെയും ആണ്. ജൂമാൻ വീണ്ടും വീണ്ടും സോളിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവളാണെ ഒന്നും കേൾക്കുന്നു ഇല്ല. സോളി, നമ്മൾ 6 വർഷമായിട്ട് റിലേഷനിലായിരുന്നു. നിന്നോട് മാരേജിന്റെ കാര്യം ഞാൻ ഒരുപാട് തവണ പറയുകയും ചെയ്തതാണ്. എന്നിട്ട് നീ അത് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു? വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? ഞാനുമായിട്ടുള്ള റിലേഷൻ ഇമ്പോർട്ടൻസ് തരാത്തത് കൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുന്നു. ജൂമാന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. അതായത് സോളിയുടെ ഫ്രണ്ട്സ് എല്ലാം അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളവരായിരുന്നു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വീടും നല്ലതായിരുന്നു, പണവും ഉണ്ടായിരുന്നു. കല്യാണത്തിന് ശേഷം അവളുടെ ഫ്രണ്ട്സിന്റെ ലൈഫ് എല്ലാം സ്മൂത്ത് ആയിരുന്നു. എന്നാ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സോളി കഷ്ടപ്പെടേണ്ടി വരുമോ എന്നാണ് ജൂമാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവന് പണവും ഇല്ല, വീടും ഇല്ല. കല്യാണശേഷവും ഇതുപോലൊരു ലൈഫ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ലക്ഷറി അല്ലെങ്കിലും ഒരു ആവറേജ് ഫെസിലിറ്റീസ് എങ്കിലും അവൾക്ക് കൊടുക്കണ്ടേ. അത് ചിന്തിച്ചുകൊണ്ടായിരുന്നു ജൂമാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നത്. പ്രൊമോഷന് വേണ്ടി രാവും പകലും അധ്വാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്രയും വർഷങ്ങൾ എടുത്തിട്ടും നല്ലൊരു വീട് വാങ്ങാനോ അവൻ വിചാരിച്ചതുപോലെ സോളിക്ക് അത്യാവശ്യം നല്ലൊരു ലൈഫ് കൊടുക്കാനോ അവന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ കാരണം കൊണ്ടായിരുന്നു അവൻ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നത്. ഇത് പറഞ്ഞ ജൂമാൻ ഒരുപാട് കരയുന്നു. ജൂമാൻ കരഞ്ഞ സോളി കരയാതിരിക്കോ? അവളും ഒരുപാട് കരയുന്നുണ്ട്. ഇതേ സമയം ഇവിടെ ഓണറെ കാണാൻ വേണ്ടി ഏറയുടെ അച്ഛൻ വന്നിരിക്കുവാണ്. എന്തിനാ വന്നേന്നൊന്നും അറിയാൻ പാടില്ല. ഇപ്പൊ അവര് സംസാരിക്കുന്നു. നീ വരില്ല എന്നല്ലായിരുന്നോ പറഞ്ഞേ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ഏറയുടെ അച്ഛൻ ചോദിക്കുന്നു. ശരിയാണ്, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഇനിയും മറച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഓണറും പറയുന്നു. ഇവരുടെ സംസാരത്തിന്റെ ഇടയിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ആരും കാണാതിരിക്കാൻ വേണ്ടി ഏറയുടെ അച്ഛൻ കബോർഡിൽ ഒളിയുന്ന സമയത്ത് ഓണർ പോയി ഡോർ തുറക്കുന്നു. ആരാ വന്നിരിക്കുന്നതെന്നറിയോ? ദോങ്മാന്റെ അച്ഛനാണ്. ദോങ്മാന്റെ അച്ഛനാണ് വന്നതെന്ന് അറിയുന്നതും ഏറയുടെ അച്ഛൻ കബോർഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല അവര് ചോദിക്കുന്നത്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നാണ് അവര് രണ്ടുപേരും കാണുന്നതും പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് തന്നെ മറ്റാരോ കോളിംഗ് ബെൽ അടിക്കുന്നു. അതാരാണെന്നറിയോ? ഏറയും ദോങ്മാനുമാണ്. ഒരു നേരമെങ്കിലും ഹെൽത്തി ഫുഡ് കഴിച്ചോട്ടെ എന്ന് കരുതി ഓണർക്കുള്ള ഫുഡും എടുത്തു വന്നതാണ് ഇവര് രണ്ടുപേരും. രണ്ടച്ഛന്മാരും ഓണറും പാനിക് ആവുന്നുണ്ട്. പക്ഷെ ഏറയും ദോങ്മാനെയും മാനേജ് ചെയ്തല്ലേ പറ്റൂ. സോ ഓണർ എന്തായാലും പോയി ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അകത്തേക്ക് വരണ്ടെന്ന് പറയുന്നതിന് മുന്നേ തന്നെ അവർ രണ്ടുപേരും അകത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അച്ഛന്മാർ എവിടെയാന്ന് മനസ്സിലായല്ലോ? കബോർഡിലാണ് കേട്ടോ. ഏത് നിമിഷവും പിടിക്കപ്പെടും എന്നതുപോലെ പേടിച്ചാണ് ഏറയോടും ദോങ്മാനോടും ഓണർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പേടി എന്തായാലും സത്യമാവുകയാണ്. അകത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കുവാണ്. ഓ, നിങ്ങളുടെ മോൻ അകത്തുണ്ടോ എന്നാണ് അവർ രണ്ടുപേരും ഓണറോട് സംശയം ചോദിക്കുന്നത്. അത് പിന്നെ മോൻ ചിലപ്പോ മോനായിരിക്കും എന്ന് ഓണർ പറയുന്നു. ഇത് പറഞ്ഞ് ഓണർ നാവെടുക്കുന്നില്ല. ഫ്രണ്ട് ഡോർ തുറന്ന് ഓണറുടെ മോൻ അങ്ങോട്ടേക്ക് വരുന്നു. പിന്നെ പറയണോ, ദോങ്മാന് ഭയങ്കര സംശയം തോന്നുവാണ്. കുറച്ചു ദിവസം മുന്നേ ഈ ഏരിയയിൽ കള്ളൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങ് കള്ളനായിരിക്കോ എന്നാണ് ദോങ്മാൻ സംശയിക്കുന്നത്. സംശയം മാത്രമല്ല, സത്യം എന്താണെന്ന് അറിയണമല്ലോ. ഗോൾഫ് സ്റ്റിക്കും എടുത്ത് അവൻ പമ്മി ചെല്ലുവാണ്. ഒളിഞ്ഞിരിക്കുന്നവരും മര്യാദയ്ക്കല്ല ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ. കാല് കാണുന്നുണ്ട്. ഓണറാണെ നിന്ന് വിയർക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം അച്ഛനെ തല്ലാൻ വേണ്ടി ദോങ്മാൻ കബോർഡിന്റെ അടുത്തേക്ക് ഫുൾ സെറ്റപ്പിൽ പോകുവാണ്. എന്താ അറിയാൻ പാടില്ല. അത്രയും നേരം ഷോക്കായി നിന്നേറ പെട്ടെന്ന് ദോങ്മാനെയും വിളിച്ച് താഴേക്ക് വരുന്നു. നീ എന്തിനെന്നെ വിളിച്ചോണ്ട് വന്നേ? ഞാൻ ആരെയോ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യമായിട്ടോ നീ ചളവാക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അയാളുടെ കഥ ഞാൻ കഴിച്ചേനെ എന്ന് ദോങ്മാൻ പറയുന്നു. ഏറാ, നീ നമ്മുടെ ഓണറുടെ ഫേസ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലിരിക്കുന്ന സമയത്ത് ആരെങ്കിലും മേക്കപ്പ് ഇട്ടോണ്ടിരിക്കുവോ? എന്റെ ഒരു സംശയം ശരിയാണെങ്കിൽ അത് ഓണറുടെ ലവർ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ കാര്യം എങ്ങനെയാ നമ്മളോട് പറയാന്ന് കരുതി മടിച്ച് അവരെ നിന്നിട്ടുണ്ടാവുക. എന്നാ നിനക്കാണെ അത് കണ്ടുപിടിച്ചേ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ. ഇപ്പോഴേലും നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. ദോങ്മാനും ഓ മൈ ഗോഡ് എന്ന എക്സ്പ്രഷൻ ആണ് വരുന്നത്. എന്തായാലും അച്ഛന്മാരും ഓണറും എന്താ പറയാ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ദോങ്മാനും ഏറെയും പോയി അടുത്ത സെക്കൻഡിൽ തന്നെ അച്ഛന്മാര് രണ്ടുപേരും കബോർഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഓണറിന്റെ മോനാണേൽ ഇത് കണ്ട് കൺഫ്യൂഷനും അത്ഭുതവും ആണ്. കൂടെ തന്നെ ഇവരിലെ രണ്ടുപേരിൽ ആരാ അമ്മ എന്ന് ഓണറോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ഓണർ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. റിപ്ലൈ കൊടുത്താലും ഇല്ലെങ്കിലും വലിയവർ എന്തൊക്കെയോ കാര്യമായിട്ട് മക്കളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതെന്താണെന്നൊന്നും നമ്മളോട് പറയുന്നില്ല. നെക്സ്റ്റ് ഏറെ ഇന്റർവ്യൂ
ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി റെഡിയായി വരുവാണ്. ഇന്ന് അവൾക്ക് 2 ഇന്റർവ്യൂ ഉണ്ട്. ഒന്നാമത്തേത് അവൾ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്ന അനൗൺസ്മെന്റ് പോസ്റ്റിന്റെ ഫൈനൽ റൗണ്ട്, രണ്ടാമത്തേത് റിംഗ് അനൗൺസ്മെന്റിന്റെ ഫൈനൽ റൗണ്ട്. ഒരു ഇന്റർവ്യൂവിന് പോയാൽ മറ്റേ ഇന്റർവ്യൂവിന് പോകാൻ പറ്റത്തില്ല. ഏതിന് പോകണം എന്നതിനെ കുറിച്ച് അവൾക്ക് കൺഫ്യൂഷനും ഉണ്ട്. ദോങ്മാൻ, നീ എന്നിട്ട് തീരുമാനിച്ചോ ഏതിനാ പോകുന്നേ എന്ന് ചോദിക്കുന്നു. ഏറാ, ഞാൻ ചെറുപ്പം മുതലേ അനൗൺസ്മെന്റ് പോസ്റ്റിനല്ലേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നേ, സോ അതിന് പോയാൽ കൊള്ളാന്നുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് ഒരു നല്ല ഫ്രണ്ട്, അതുപോലെ ബോയ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. എനിക്ക് 20 വർഷമായിട്ട് നിന്നെ അറിയാം. എനിക്ക് തോന്നുന്നത് റിംഗ് അനൗൺസ്മെന്റ് ആണ് നിനക്ക് പറ്റിയ ബെറ്റർ ചോയ്സ് എന്നാണ്. ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ആഗ്രഹം എന്നതിലുപരി നിനക്ക് മൈക്കിനോടാണ് ഇഷ്ടം, മൈക്കിലൂടെ സംസാരിക്കാനാണ് ഇഷ്ടം. ഈ നിമിഷം നിന്റെ ഹാർട്ട് എന്താണോ പറയുന്നത് അത് വേണം നീ കേൾക്കാൻ. നിനക്ക് കൂടുതൽ ഇഷ്ടം എന്താണോ അത് നീ ചെയ്യേ എന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യുന്നു. അവൾ ആദ്യത്തെ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി ബസ്സിലേക്ക് കയറിയതിനു ശേഷവും ദോങ്മാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ അവൾക്ക് ഹോസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമായി. എന്നാൽ ദോങ്മാൻ പറഞ്ഞതുപോലെ ആ ഒരു പോസ്റ്റിനോടല്ല മൈക്കിനോടാണ് അവൾക്ക് ഇഷ്ടം. എന്നാ റിംഗ് അനൗൺസർ അനൗൺസ് ചെയ്യുന്നത് കണ്ടോ അന്ന് മുതൽ അവൾക്ക് അതിനോടാണ് താല്പര്യം. ഈ ഒരു കാര്യം റിയലൈസ് ചെയ്തതോടുകൂടെ അവൾ പിന്നീട് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുവാണ് ചെയ്യുന്നത്. എങ്ങോട്ടേക്കാണെന്ന് മനസ്സിലായോ? റിംഗ് അനൗൺസ്മെന്റ് പോസ്റ്റിന്റെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക്. ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏറെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവളുടെ പാർട്ട് പ്രസന്റ് ചെയ്യുന്നു. എന്നാൽ ഇന്റർവ്യൂ ചെയ്യുന്നവര് ബേസിക്കലി ഈ ജോബ് കൂടുതലായിട്ടും ബോയ്സ് ആണ് ചെയ്യാറുള്ളത്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഈ ഒരു ജോബ് ചെയ്യാൻ നിങ്ങൾ ക്യാപ്പബിൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് അവളോട് ചോദിക്കുന്നത്. ഏറാ, എന്തുകൊണ്ട് ഞാൻ ക്യാപ്പബിൾ അല്ലാന്ന് ഞാൻ തന്നെ വിചാരിക്കണം? ഇന്നത്തെ കാലത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീ പുരുഷൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ റിംഗ് അനൗൺസറായി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ഇന്നോവേറ്റീവ് ആയിട്ടായിരിക്കും കാണുന്നത്. അത് കൂടുതൽ പോപ്പുലാരിറ്റി തരാനാണ് പോകുന്നത്, അതും പോസിറ്റീവ് ബേസിൽ എന്ന് പറയുന്നു. ഇവളുടെ കോൺഫിഡൻസോടുകൂടെയുള്ള സംസാരം മെയിൻ ജഡ്ജിന് ഒരുപാട് ഇഷ്ടാവുന്നു. പിന്നെ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല, നെക്സ്റ്റ് മാച്ച് തൊട്ട് നീ അനൗൺസ് ചെയ്തേക്ക് എന്നാണ് പറയുന്നത്. ഇത്രയും കാലം ഒരു അനൗൺസ്മെന്റ് ജോബിന് വേണ്ടി ഏറെ ഒരുപാട് അലഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇത്ര ഈസി ആയിട്ട് ഈ ഒരു ജോബ് അവൾ നേടിയെടുത്തത് അവൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ട് ഏറെയുടെ കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്ന വേറൊരുത്തൻ, സർ ഞാൻ അബ്രോഡ് പോയാണ് പഠിച്ചത് എന്ന് പറയുന്നു. മൈക്ക് പിടിക്കാൻ വേണ്ടി അബ്രോഡ് പോയി പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ, അതിനുവേണ്ട സ്കില്ലുണ്ടായാൽ മതി എന്നാണ് ഏറെയെ സെലക്ട് ചെയ്ത വ്യക്തി കൊടുക്കുന്ന റിപ്ലൈ. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. എന്നാൽ ആ സമയം നോക്കി ഹെയറാൻ അങ്ങോട്ടേക്ക് വരുന്നു. ഏറയ്ക്ക് കിട്ടിയ പോസ്റ്റിന് വേണ്ടിയിട്ടാണ് ഹെയറാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇത്രയും വലിയൊരു അനൗൺസർ അങ്ങോട്ടേക്ക് വന്നതും എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഏറെയാണേലോ അങ്ങനെ ഇതും എന്റെ കയ്യിൽ നിന്ന് പോയി എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇന്റർവ്യൂ ചെയ്യുന്നവരിൽ സീനിയർ ആയിട്ട് ഒരാൾ ഉണ്ടായിരുന്നല്ലോ ഏറെയെ സെലക്ട് ചെയ്ത വ്യക്തി, അദ്ദേഹത്തിന് ഹെയറാനോട് വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. എന്തായാലും ഓഡിഷൻ നടത്തിയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം എന്നാണ് അദ്ദേഹം ഹെയറാനോട് പറയുന്നത്. ഞാൻ ഇത്ര എക്സ്പീരിയൻസ്ഡ് ഉള്ള അനൗൺസർ ആണെന്ന് അറിയോ? എന്നോടാണോ നിങ്ങൾ ഓഡിഷനിൽ പങ്കെടുക്കാൻ പറയുന്നത്? ഈ ഓഡിഷനിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ അപമാനമാണ് എന്ന് പറഞ്ഞ് ഹെയറാൻ അവിടുന്ന് പോകുന്നു. ഏറയ്ക്ക് അവിടെ സംഭവിച്ചത് എന്താന്ന് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നീടൊന്ന് ആലോചിക്കുന്നതും ഈ ജോലി എനിക്ക് തന്നെ കിട്ടി എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുകയാണ്. അതും ഹെയറാനെ തോൽപ്പിച്ചാണ് ഈ ജോബ് കിട്ടിയേക്കുന്നത്. അവൾ ഒരുപാട് ഹാപ്പി ആവുന്നു. കൂടെ ഇന്റർവ്യൂ ചെയ്തവരിൽ ഒരാൾ വന്ന് ഏറെയെ കൺഗ്രാചുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് അയാൾ പറയുന്നതിൽ നിന്നുമാണ് ഹെയറാൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏറെക്ക് മനസ്സിലാവുന്നത്. എന്താന്ന് വെച്ചാൽ ഹെയറാൻ ഇപ്പൊ ഈ അടുത്താണല്ലോ ഡിവോഴ്സ് ആയത്. ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമിലിയിലെ മെമ്പറെ ആയിരുന്നു ഹെയറാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ ഹെയറാനെ ഒരു നിലയ്ക്കും ജീവിക്കാൻ അനുവദിക്കില്ല എന്നതുപോലെയാണ് ആ ഫാമിലി ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇൻഫ്ലുവൻസ് കാരണം ഹെയറാൻ ഇപ്പോൾ ഒരു പ്രോഗ്രാംസും കിട്ടുന്നില്ല. മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ കമന്റ്സിലൊക്കെ ഈ വ്യൂവേഴ്സ് അവളെ കൊന്നു തിന്നുകൊണ്ടിരിക്കുവാണെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് മോശമായിട്ടാണ് ഹെയറാനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ ജീവിച്ചിരിക്കുന്നതേ ഭാഗ്യം എന്ന് വേണം പറയാൻ. അതുപോലൊരു മോശ അവസ്ഥയിലൂടെയാണ് ഹെയറാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അറിയുന്നതും എന്താ പറയാ, ഏറെക്ക് അവളോട് സിമ്പതി തോന്നുന്നുണ്ട്. എത്രയൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നെങ്കിലും ഹെയറാൻ ഇല്ലാതാവണം എന്നൊന്നും ഏറെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ആഗ്രഹിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തായാലും ദോങ്മാൻ ഏറെയുടെ കൈയും കാലും പിടിച്ച് തക്സുവായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നാളെയാണ് ആ ഫൈറ്റ് നടക്കാൻ പോകുന്നത്. നാളെയാണ് ഏറെ അനൗൺസ് ചെയ്യാൻ പോകുന്നതും. സോ ഇപ്പൊ അവന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഇന്ന് നൈറ്റ് ഏറ അവന്റെ കൂടെ സ്റ്റേ ചെയ്യണം. ഇത് കേൾക്കുന്ന ഏറ, അത് പറ്റില്ല, സോളി ഉണ്ട്, അവൾ ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ടേ ഉള്ളൂ, സോ ഞാൻ അവളുടെ കൂടെ വേണ്ടേ, മാത്രമല്ല നമ്മുടെ കാര്യം അവൾക്ക് അറിയത്തുമില്ലല്ലോ എന്ന് പറയുന്നു. ഈ സമയത്ത് തന്നെ സോളി അങ്ങോട്ടേക്ക് വരുന്നു. ഏറെ അവളുടെ കൂടെ വീട്ടിലേക്ക് പോകാനും നിൽക്കുന്നുണ്ട്. എന്നാൽ ദൊങ്മാനാണ് ഏറെ അവന്റെ കൂടെ തന്നെ വേണം എന്ന തീരുമാനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൻ കൂടുതലൊന്നും ആലോചിക്കുന്നില്ല. ഏറെയുടെ കൈ പിടിക്കുന്നു. അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സോളിയോട് പറയുകയും ചെയ്യുന്നു. നാളെ നടക്കാൻ പോകുന്ന മാച്ച് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്കറിയാലോ, അതുകൊണ്ട് എനിക്കൊന്ന് റീചാർജ് ആവണമെങ്കിൽ ഇവളെ എനിക്ക് വേണം. ഇന്നത്തെ ദിവസം നീ എനിക്ക് ഇവളെ തന്നേ പറ്റൂ എന്നും ദൊങ്മാൻ പറയുന്നു. സോളി എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതിനെ കുറിച്ച് അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ സോളിക്ക് ഇത് കേട്ട് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. അവൾ സ്മൈൽ ചെയ്യുവാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു കാര്യം അവൾക്ക് കുറച്ച് മുന്നേ സംശയം ഉണ്ടായിരുന്നു. എന്തായാലും 20 വർഷം അടിയുണ്ടാക്കി അവസാനം ഇങ്ങനെയൊക്കെ ആയല്ലേ എന്നും പറഞ്ഞ് അവൾ കളിയാക്കുവാണ് ചെയ്യുന്നത്. റീചാർജ് ചെയ്യാൻ വേണ്ടി സോളി ഏറെ ദൊങ്മാന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വേറൊരു റീചാർജ് ആയിരുന്നില്ല. ഏറെ മുന്നേ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ദൊങ്മാൻ ജൂമാന്റെ അടുത്തേക്ക് വന്നിരിക്കുവാണ്. ജൂമാനാണേലോ ബ്രേക്ക്
ബ്രേക്കപ്പ് ആയതിനു ശേഷം കള്ളൂടിയും കരച്ചിലും ഒക്കെ ആയിട്ടാണ് ഓരോ ദിവസവും കഴിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ട ദോങ്മാൻ, എനിക്ക് നിന്നെ 10 വർഷമായിട്ട് അറിയാം, സോളിയെ 20 വർഷമായിട്ടും അറിയാം. നിങ്ങളുടെ റിലേഷനിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ സോളിയെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ, അവള് പ്യുവർ ആണ്, അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. എന്നിട്ടും അവള് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പുകൊണ്ട് മാത്രമാണ്. ഇത്രയും പ്യുവർ ആയിട്ടുള്ള ഞങ്ങളുടെ സോളിയെ മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ബാക്കിയുള്ളവന്മാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിനക്ക് മാത്രമേ സോളിയെ അത്രയ്ക്ക് കെയർ ചെയ്യാനും സ്നേഹിക്കാനും പറ്റത്തുള്ളൂ. അത് ഞാൻ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ കരഞ്ഞു മൂങ്ങിയിരിക്കാതെ അവളോട് സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ നോക്ക്. നീ മാപ്പ് ചോദിക്ക്, കരഞ്ഞ് കാല് പിടിക്ക് എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി ജൂമാനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഏറൊക്കെയാണേലോ ജൂമാനെ ഇപ്പൊ കണ്ണെടുത്താ കണ്ടൂടാ. അവളുടെ സോളിയോടല്ലേ ജൂമാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും താല്പര്യമില്ലാതെ ഒരുപാട് ദേഷ്യത്തോടെയാണ് ജൂമാന് ഫുഡ് വരെ ഏറെ കൊടുക്കുന്നതും. സോളിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുകയും ചെയ്യുന്നില്ല. ഇപ്പൊ ദോങ്മാനും ഏറെയും വർക്കിന് വേണ്ടി വന്നേക്കുവാണ്. ഏറയുടെ ജോബിലെ ഫസ്റ്റ് ഡേ ആണ്. ദോങ്മാനും ഇതൊരു ഇമ്പോർട്ടന്റ് ദിവസമാണ്. തക്സുവുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുവാണ്. അല്ലേലേ ഏറയ്ക്ക് ദോങ്മാൻ ഫൈറ്റ് ചെയ്യുന്നത് കാണാനുള്ള മനക്കെട്ടിയില്ല. അതിന്റെ ഇടയിൽ ദോങ്മാൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്നതോ തക്സുവിന്റെ കൂടെ. പിന്നെ പറയണ്ടല്ലോ, അവള് നല്ല ടെൻഷനിലാണ്. ഒത്തിരി കൺസേൺ ആയിക്കൊണ്ട് ഏറ തക്സു ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും. അതുകൊണ്ട് പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ നീ ഫൈറ്റ് നിർത്തിക്കോണം. ദയവ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പോവരുത്. തോറ്റാലും പ്രശ്നമില്ല, നീ അത് കളഞ്ഞു വന്നേക്ക് എന്നൊക്കെയാണ് അവള് ദോങ്മാനോട് പറയുന്നത്. അവളുടെ ടെൻഷൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ദോങ്മാൻ അതെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഇവിടെ ഇന്റേണും സോളിയും മീറ്റ് ചെയ്ത് സംസാരിക്കുവാണ് കേട്ടോ. ജൂമാനോടൊന്ന് സംസാരിച്ചതിന് ശേഷം ഇനി തനിക്ക് ചാൻസ് ഇല്ല എന്നുള്ള കാര്യം ഇന്റേണിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇവിടെ നിൽക്കാൻ അവൾക്ക് ഉദ്ദേശമില്ല, അബ്രോഡ് പോകുവാണ്. അതിനു മുന്നേ ചെയ്ത എല്ലാ തെറ്റിനും അവൾ സോളിയോട് സോറി പറയുവാണ്. കൂടെ തന്നെ ജൂമാൻ എത്രത്തോളം സോളിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യവും അവൾ പറയുന്നുണ്ട്. ഇതേ സമയം അവളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരുടെ മുന്നിൽ നിന്ന് ആദ്യമായിട്ട് അതും ഒഫീഷ്യലായിട്ട് അവൾ അനൗൺസ് ചെയ്യുവാണ്. അവൾ നല്ല നെർവസ് ആണ്, എങ്കിലും നല്ല അടിപൊളിയായിട്ട് അവളുടെ ജോലി തീർത്ത് അവൾ റിങ്ങിന്ന് ഇറങ്ങി വരുന്നു. അനൗൺസ് ചെയ്യാൻ അവൾക്ക് അധികം പേടിയുണ്ടായിരുന്നില്ല. എന്ന ഏറ്റവും പേടി ദോങ്മാന്റെ ഫൈറ്റിനെ കുറിച്ച് ആലോചിച്ചാണ്. ഇപ്പൊ തക്സുവും ദോങ്മാനും റിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ അവർ തമ്മിലുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. എല്ലാ കാര്യവും മേറയുടെ കൺമുന്നിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്റേൺ പോകുന്നത് കാരണം ടീം മെമ്പേഴ്സ് എല്ലാവരും അവൾക്കൊരു ഫെയർവെൽ ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുവാണ്. ജൂമാനും സോളിയും അതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോളിയാണെങ്കിൽ ജൂമാനെ യാതൊരു പരിചയവും ഇല്ലാത്തതുപോലെ ഒരു കൊളീഗിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ജൂമാനാണ് ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നുമില്ല. എന്നാൽ അവരുടെ സംസാരം സ്റ്റോപ്പ് ചെയ്യാനുള്ള അവകാശവും ഇപ്പൊ ജൂമാനില്ല. ഈ സമയത്താണ് അവര് പറഞ്ഞതനുസരിച്ച് ചാർക്കോളും എടുത്ത് വെയിറ്റർ അവരുടെ ടേബിളിലേക്ക് വരുന്നത്. എന്നാൽ ഇത് കണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് കാരണം മാനേജർ വെയിറ്ററെ തട്ടുന്നു. വെയിറ്ററുടെ കൈയിനിട്ടാണ് തട്ടുന്നത്. ആ ചാർക്കോൾ തെറിച്ച് വീഴുകയും ചെയ്യുന്നു. സോളിക്കാണ് പൊള്ളലേൽക്കാൻ പോകുന്നതെന്ന് കാണുന്നതും ജൂമാൻ ആ സെക്കൻഡിൽ തന്നെ പോയി അവളെ കവർ ചെയ്യുവാണ്. സോ ആ ചാർക്കോൾ വീഴുന്നതും പൊള്ളലേൽക്കുന്നതും ജൂമാനാണ്, സോളിക്കല്ല. എല്ലാവരും സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ച സമയത്ത് ജൂമാൻ സോളിയെ രക്ഷിക്കാനല്ലേ ട്രൈ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട് കൊളീഗ്സ് എല്ലാവരും അവനെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. സോളി ആകെ ഫ്രീസ് ആയിട്ടിരിക്കുവാണ്. എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല. ഇതേ സമയം ഇവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദോങ്മാന്റെ വീക്ക്നെസ് എന്താണെന്ന് തക്സുവിന് അറിയാമല്ലോ. അത് യൂസ് ചെയ്ത് വിജയിക്കലാണ് തക്സുവിന്റെ പ്ലാൻ. അതിനുവേണ്ടി അവൻ ദോങ്മാനെ ഗ്രൗണ്ട് ലെവൽ ഫൈറ്റിംഗ് ചെയ്യാൻ വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. തക്സുവിന്റെ കയ്യിലിരിപ്പ് കോച്ചിന് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ പലതും പറഞ്ഞു എന്നിരിക്കും, നീ അതിലൊന്നും വീഴാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു ദോങ്മാന് റിങ്ങിന് പുറത്തുനിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നിന്റെ അനിയത്തി എപ്പോഴും ഇരിക്കുന്നത് കൊണ്ടാണോ നീ നിന്ന് ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് തക്സു ദോങ്മാന്റെ അനിയത്തിയെ മെൻഷൻ ചെയ്യുവാണ്. അനിയത്തിയുടെ കാര്യം പറഞ്ഞാൽ ദോങ്മാൻ ഡിസ്റ്റർബ്ഡ് ആവുമല്ലോ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. തക്സു വിചാരിച്ച കാര്യം നടക്കുന്നു. ദോങ്മാനും തക്സുവും കൂടെ താഴേക്ക് വീഴുന്നു. ഈ സമയത്ത് തക്സു വേണോ എന്ന് കരുതി ദോങ്മാന്റെ തലയുമായിട്ട് കൂട്ടിമുട്ടിക്കുന്നുണ്ട്. ഇതിപ്പോ എന്തിനാ അങ്ങനെ ചെയ്തേ എന്ന് ചോദിച്ചാൽ തക്സുവിന്റെയും മാനേജറുടെയും പ്ലാൻ ആയിരുന്നു ഇത്. അതായത് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ മാച്ച് ഇൻവാലിഡ് ആയിരിക്കും. ആരും തോക്കത്തും ഇല്ല, ജയിക്കത്തും ഇല്ല. ദോങ്മാന് നന്നായിട്ട് പരിക്ക് പറ്റുന്നുണ്ട്. ഒത്തിരി ബ്ലഡും പോകുന്നുണ്ട്. ഇത് കണ്ട് ഏറെക്കാണ് ജീവൻ പോകുന്നത് പോലെയാണ് തോന്നുന്നത്. കാരണം അവന് കണ്ണുപോലും തുറക്കാൻ പറ്റുന്നില്ല. നന്നായിട്ട് വേദന എടുക്കുകയും ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ടീം വന്ന് അവനെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഡോക്ടർ, ഇനി ഈ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇനിയും സിവിയർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവന്റെ ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ കോച്ച് ഒരുക്കുകയല്ല. അതുകൊണ്ട് തന്നെ മാച്ച് നിർത്താനുള്ള പെർമിഷൻ കൊടുക്കുവാണ്. ദോങ്മാൻ ആണെങ്കിൽ ഈ ഒരു ഫൈറ്റ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണല്ലോ. അവൻ, ഞാൻ ഇതിനു വേണ്ടിയാ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഫൈറ്റ് ചെയ്തോളാം, ഒന്നെന്നെ ഫൈറ്റ് ചെയ്യാൻ സമ്മതിക്കുക എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടെ അവൻ അല്ലറി വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, മാച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും ഏറെയും ആകെ സങ്കടത്തിലാണുള്ളത്. ഏറെ മാത്രമല്ല കേട്ടോ, ബിൽഡിംഗ് ഓണറും മകനും മാച്ച് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെയൊക്കെ അവസാനിച്ചത് കാരണം നിരാശയോടെ ഓണർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു.
പോകുന്നു. ദോങ്മാൻ കരയുന്നത് കാണാതെ ഇറങ്ങി വന്ന ഓണറോട് ഏറെയാണ് ദോങ്മാനാണ് അമ്മയുടെ കുട്ടി എന്നാണ് ഓണറുടെ മകൻ ചോദിക്കുന്നത്. നീ ഇനി അവർക്ക് പ്രശ്നം ഉണ്ടാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ദയവ് ചെയ്ത് അത് ചെയ്യരുത് എന്ന് ഓണർ റിപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ ദോങ്മാനാണ് ഇറങ്ങിന്ന് അനങ്ങിയിട്ടില്ല, ഡിപ്രസ്ഡ് ആയി ഇരിക്കുവാണ് ചെയ്യുന്നത്. അതേസമയം തക്സു ആണേലോ അവൻ വിചാരിച്ച കാര്യങ്ങൾ നടന്ന സന്തോഷത്തിലാണ് ഉള്ളത്. കൂടെ തന്നെ എന്റെ മേലൊരു തെറ്റുമില്ല, ദോങ്മാന്റെ ഇഞ്ചുറി കാരണമാണ് മാച്ച് അവസാനിപ്പിക്കേണ്ടി വന്നത്, എനിക്ക് പരിക്കൊന്നുമില്ല, അവന്റെ പരിക്ക് കാരണമാണ് ഈ മാച്ച് ഇതുപോലെ ആയത് എന്നൊക്കെയാണ് മീഡിയാസിനോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് തക്സുവിന്റെ കോച്ച് അങ്ങോട്ട് വന്ന് അവനോട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അവനും അവന്റെ മാനേജറിനും ഒന്നും മനസ്സിലാവുന്നില്ല, കാരണം തക്സുവിന് ഒരു പ്രശ്നവും ഇല്ല. എന്നാൽ പിന്നീടാണ് അവൻ എല്ലാ പ്രശ്നവും വരുന്നത്. അവന്റെ മൂക്കിന്ന് ബ്ലഡ് വരുന്നു, സെക്കൻഡുകൾ കൊണ്ട് തന്നെ അവൻ അൺകോൺഷ്യസ് ആയി വീഴുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ദോങ്മാനും തക്സുവും തമ്മിലുള്ള ഫൈറ്റില് ദോങ്മാന് പുറമേ ആയിരുന്നു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്, എന്നാൽ തക്സുവിന് ഉള്ളിലാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ദോങ്മാന് സംഭവിച്ചിരിക്കുന്ന ഇഞ്ചുറിയേക്കാൾ സിവിയർ ആണ് തക്സുവിന് സംഭവിച്ചിരിക്കുന്ന ഇഞ്ചുറി. ഇതെല്ലാം വലിയൊരു ഷോക്കോടെയാണ് ഏറെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ദോങ്മാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ കാണുന്നതും കോച്ച് വാ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞ് പോകുവാണ് ചെയ്യുന്നത്. എന്നാൽ ദോങ്മാൻ കോച്ചിനെ അല്ല ഏറെയാണ് ശ്രദ്ധിക്കുന്നത്. അവള് നല്ല ദേഷ്യത്തിലാണ്, കാരണം അവൾ ഒരുപാട് തവണ ദോങ്മാനോട് ഈ ഒരു ഫൈറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവനത് ചെയ്യുകയും ചെയ്തു, ഇതുപോലൊരു ട്രാജഡി ആവുകയും ചെയ്തു. അവളുടെ അവസ്ഥ ദോങ്മാന് നന്നായി അറിയാം. സോ അവൻ അവളെ കംഫർട്ട് ചെയ്യാൻ ശ്രമിക്കുവാണ്. ഞാൻ കാരണം നീ ഒരുപാട് ടെൻഷൻ ആയല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഏറാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു തോന്നിയതുകൊണ്ടാണ് നിന്നോട് ഈ ഫൈറ്റ് ചെയ്യണ്ടെന്ന് ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നിട്ട് നീ അത് കേട്ടോ? ഇല്ലല്ലോ. അവന്റെ സ്ഥാനത്ത് ഇപ്പൊ നിന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നതെങ്കിലോ, നീയാണ് അൺകോൺഷ്യസ് ആയതെങ്കിലോ, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ അവൾ ഇമോഷണൽ ആയി പറയുവല്ല നോൺ സ്റ്റോപ്പ് ആയി ദോങ്മാനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ചെയ്യുന്നത്. ദോങ്മാൻ ഇതെല്ലാം കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നീടാണ് കാര്യങ്ങൾ ആകെ കുഴപ്പത്തിലാവുന്നത്. എന്താന്ന് വെച്ചാൽ ഏറെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പതിയെ പതിയെ ദോങ്മാന് കേൾക്കാതാകുവാണ്. ആദ്യം വലിയ പ്രശ്നമാവുന്നില്ല, എന്നാൽ പെട്ടെന്ന് തന്നെ അവസ്ഥ വളരെ മോശമാവുകയാണ്. ഏറെ പറയുന്ന ഒരു കാര്യവും അവന് കേൾക്കുന്നില്ല. ഏറെ പറയുന്നത് മാത്രമല്ല, ചുറ്റുമുള്ള ഒരു ശബ്ദവും അവന്റെ കാതിന് കേൾക്കാൻ പറ്റുന്നില്ല. ദോങ്മാൻ ആകെ പരിഭ്രാന്തിയിൽ അവന്റെ കാതിനിട്ട് അടിക്കുന്നു. ആദ്യം സ്ലോ ആയിട്ടായിരുന്നു അവൻ അടിച്ചിട്ടുണ്ടായിരുന്നത്, എന്നാൽ പിന്നീട് അഗ്രസീവായിട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഇത് കണ്ട് ഏറെ ആകെ പേടിച്ചുകൊണ്ട് നീ എന്തേ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. നീ പറയുന്ന ഒരു കാര്യവും എനിക്ക് കേൾക്കുന്നില്ല, ഒരു ശബ്ദവും എന്റെ കാതിന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അലറി കരയുമ്പോഴാണ് ഈ നടന്ന ഫൈറ്റിൽ ദോങ്മാന്റെ കേൾവി ശക്തി ഇല്ലാതായിട്ടുണ്ട് എന്ന കാര്യം ഏറെക്ക് മനസ്സിലാവുന്നത്. ഇതുപോലെ ഒരു കാര്യം അവൾ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആകെ ഷോക്കായി പോകുവാണ്. ഓക്കെ, അപ്പൊ ഇതോടുകൂടെ എപ്പിസോഡ് 13-14 തീരുവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.